നമ്മളിത് ഫിഷിങ്ങിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫാസ്ബ്രോ ഒരു ഹായ് ആണിത്. സിദ്ധായി ഒരു ഹായ് ഇട്ടാലോ. അപ്പൊ ഞങ്ങള് ചേട്ടാ ഏകദേശം സ്പോട്ടിക്ക് എത്തി. ഇവിടുന്ന് ഇങ്ങനെ നടന്നു പോകണതാ, ഈ റോഡ് നടത്തുന്നത്. അപ്പൊ ഞങ്ങളെ ഫുഡൊക്കെ അല്ലടാ രാവിലെ എണ്ണീറ്റ് നമ്മളൊക്കെ ഈ മീൻ പിടിക്കാൻ മുമ്പേ അല്ലേ, അതല്ലേ നമുക്ക് പണിയും കൂലി ഇല്ലാത്ത ഒരാളെന്ന് എല്ലാരും വിചാരിക്കൂ. നന്നാവൂലടാ നിങ്ങൾ അവിടുന്ന് നാട്ടിൽ നിന്ന് പറഞ്ഞിട്ട് നല്ല പണിയെടുത്ത് പപ്പുറത്ത് ഉണ്ടാക്കട്ടെ. ഇവിടെ വന്നിട്ട് നാട്ടിൽ അതേ സെയിം സ്വഭാവം, ഒരു മാറ്റം. അതാണ് പുതിയൊരു ഭ്രാന്തര്. അതാണ് അവധിയുള്ളൊരു ദിവസമാണേ, ആകെ ഉള്ളൊരു ദിവസം അത് മീൻ പിടിക്കാൻ. മീൻ പിടിച്ചു ഇവിടാണ് നമ്മള് മീൻ പിടിക്കുന്ന സ്പോട്ട്. ഞാൻ പുതിയതാണേ, ഇവര് പറയട്ടെ. ഞങ്ങളിതാ ഫിഷിങ്ങിന്റെ സ്പോട്ടിലേക്ക് വെള്ളം കയറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് 7 മണിയൊക്കെ ആകുമ്പോഴേക്കും വെള്ളം കയറി കിടക്കുന്ന പറഞ്ഞു. പക്ഷെ നമ്മളെ നാട്ടിലെ കടല് വരില്ല കേട്ടോ. ഇവിടെ ഈ കപ്പലൊക്കെ റിപ്പയർസും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഏരിയകളാണ്. അതിലൂടെ നമുക്കൊരു മൈക്ക് മേടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടോ എന്നൊരു ഡൗട്ട്. മൈക്ക് സൗണ്ട് കുറവായിരിക്കും, അപ്പൊ സൗണ്ട് കുറവായിരിക്കും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഫാസ്ബ്രോ ആറ്റിറ്റ്യൂഡ് വിടും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കയറുന്നതും അങ്ങോട്ടുള്ള ഏരിയകളാണ്. അതായത് ശരി കടല് അവരെന്നെ കുഴിച്ചിട്ട് ഈ ഷിപ്പിന്റെ മെക്കാനിസം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ ഏരിയ ഫുള്ള്. ഇത് കേൾക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല, നോക്കാം. സംഭവം നാടുള്ള ഏരിയയാണ്, സംഭവം ഡീപ്പാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് വന്നിട്ട് വെള്ളം കയറി കിടക്കുന്ന ടൈമാണ്, മീനടിക്കും. ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങോട്ട് കാണിച്ചു കൊടുത്തു ആർക്കൊക്കെ അടിച്ചതാ കയറുന്നത്. ഏതോ ഒരു ചൂണ്ടയമ കാണാൻ പറ്റത്തില്ല. ഇത് 3 വരെ ഉള്ളൂ. നമുക്കൊരു ഇത് മേടിക്കണം, S23 അൾട്ര അട്ട. ഓക്കെ, എന്താണെങ്കിലും നമുക്കൊരു പ്രശ്നമില്ല. നല്ലൊരു ഫോണും മേടിക്കണം, ഒരു മൈക്കും മേടിക്കണം. സുജിത് ഭായ് ക്യാ കരേഗാ? ശബരിമലക്ക് മല കയറാവുന്ന കാര്യം ഇതിപ്പോ ഇവരൊക്കെ പോയിട്ട് നമ്മള് മീൻ പിടിക്കുമ്പോഴേക്കും വഴി മാറുമല്ലോ. കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല, കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. हमारा जगह में भी സംഭവം ഇവരെ സ്ഥിര സ്പോട്ട് എത്തിയെന്ന് അഖിലേട്ടൻ പറയുന്നത്. അഖിലേട്ടാ ഇതല്ലേ പക്ഷെ സ്പോട്ട് ആരോ ഹൈജാക്ക് ചെയ്തു, ഹൈജാക്ക് ചെയ്താരും. അടിച്ചടാ മോനെ, ആർക്കോ അടിച്ചു, നമുക്കല്ലേ. ഫോണിന്ന് പിടിച്ചേ. അടിപൊളി ഒരു മീൻ കയറല്ലേ. അയ്യോ ജമ്പിങ് സാർ, പ്ലൈവുഡ് ആണ്. നമ്മള് പ്ലൈവുഡ് എന്ന് പറയും. പ്ലൈവുഡ് വലുത് അടിപൊളി. ഇതാ വരും, ഇവിടെ എത്തി അങ്ങനെ കയറി ഇതായിരുന്നു. പ്ലൈവുഡ് നമുക്കിതിനെ കുറിച്ച് വലിയ പരിജ്ഞാനമൊന്നുമില്ല. പ്ലൈവുഡ് ആണ്, ഇങ്ങോട്ട് മാറുന്നു. അതാ രണ്ട് അടിപൊട്ടിയില്ലേ, പൊളി. പ്ലൈവുഡാ, പ്ലൈവുഡ് പറയണല്ലോ. 3 നമുക്കല്ല, വേറെ ഏതോ ഒരു മച്ചാൻ അടിച്ചത്. പക്ഷെ നമ്മൾ വന്നതിന്റെ ഭാഗ്യാന്ന് തോന്നുന്നല്ലേ. കാല് പണിസാധനങ്ങൾ എടുക്കും രാജാവേ. എല്ലാരും കാണുമ്പോ കോമഡി കാണണ്ട. ഇത് വെറും 100 ഗ്രാമും കൂടി ഇല്ലാത്തൊരു സ്റ്റിക്കാണ്. സ്റ്റിക്കിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്, ഇനി അത് പറയണ്ട. അത് പ്രവാസ് രാജാവിന്റെ ഇതുണ്ട്, കൽപ്പന. കാണാത്തൊരു പേര് കണ്ടോളുണ്ട്. സ്റ്റിക്കിന്റെ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ രാജാവ് പറഞ്ഞ വേണ്ടെന്ന് പറഞ്ഞത്. ഇതാടാ മീൻ പോണോട്, അതിനെങ്ങനെയും തപ്പി വലിച്ചെടുക്കണം. എങ്ങനെ എടുക്കാനാണ് ഈ സാധനം ജീവനോടൊപ്പം കിട്ടി അടി തുടങ്ങും. അടി ഉരുക്കിന്റെ ബലമുള്ള കരം കൊണ്ടടി. മീന് നദിയിലൊക്കെ അല്ലേ, നമുക്കൊരു കയ്യിൽ കൊണ്ടുവന്നിട്ട് എടുത്ത് ഇങ്ങനെ മുക്കിടുങ്ങി എടുത്താൽ മതി. അതെ, അതങ്ങനെയാണെങ്കിൽ നമുക്ക് പിടിച്ച് ഇന്ന് മപ്പാസ് അടിക്കായിരുന്നു. അതെ മീനെ കണ്ടെടുക്കും തിരിച്ചു. മോനെ നമുക്കല്ല, ആർക്കോ. പൈസ
നമ്മള് വന്ന് ഇന്നതിന്റെ ഐശ്വര്യം വന്നു അല്ലേ അല്ലേട്ടാ? ചെറിയ മീൻ അടിച്ചില്ലേ, മീനൊക്കെ വരിക നമുക്കിപ്പോ എരയമ്മപ്പൊ കയറ്റുന്നത്. ഇതെല്ലാം എന്താടാ ഇത്? ഈ സംഭവം എന്താ ഇല്ലട്ടാ? എന്തായിരുന്നു? അതിലൊരു ഇതില്ലേ, നമ്മളൊരു ഇതില്ലേ ആദ്യത്തെ ഇന്നത്തെ ദിവസത്തെ കഞ്ഞിയേറ്. നാലങ്ങ് പറഞ്ഞ് കയറാല്ലേ, നമുക്ക്